പാലക്കാട് കാടാങ്കോട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രാജേഷ് സാറിൻ്റെ തന്നെ കാർ റീസ്റ്റോർ ചെയ്യുന്ന ഗ്യാരേജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. I got a bottle of Patron and some lights off. Two red devil looking eyeballs. And I'm finna turn up when the night falls. If you hear a siren, then it's my fault. Jump in my whip, baby, let's ride. We ain't gonna stop at a red light. ഹിന്ദുസ്ഥാൻ കാറിൻ്റെ ഇൻസൈഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫുള്ള് വൈറ്റാണ്. ഇതാണ് രാജേഷ് സാറിൻ്റെ പഴയ വണ്ടികൾ കൊടുത്ത് റീസ്റ്റോർ ചെയ്യുന്ന സ്ഥലം, ഗ്യാരേജ് എന്ന് പറയും. ഈ ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടാണ് പുള്ളി ഇതെല്ലാം റീസ്റ്റോറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫുള്ള് പഴയ വണ്ടികളാണ് കേട്ടോ, ഫുള്ള് പഴയ വണ്ടികൾ. അതൊക്കെ പുതിയ മോഡലാക്കിയെടുക്കുന്ന ഈ ഒരു ഗ്യാരേജിൽ വെച്ചാണ്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ വണ്ടികളാണൊക്കെ, പിന്നെ ഡെലിവറി ചെയ്യേണ്ട വണ്ടികളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ചിലതിലേക്ക് ബാലൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ പെയിൻറ്റിങ്ങിനും അങ്ങനെ ആയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. മീറ്റർ കൺസോളൊന്നും രക്ഷയില്ലാത്ത പഴയതാണെങ്കിൽ ഭയങ്കര വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. ഇത് അംബാസഡർ ആണത്, ഗിൽമൻ. ഈ ഒരു വാഹനം ഫ്രണ്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അംബാസഡർ ആണെന്ന് തോന്നും, പക്ഷെ അംബാസഡർ അല്ല, ഹിൽമൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഫോർഡിൻ്റെ ജീപ്പാണ്. പഴയ മോഡലിൽ 2 കാറുകൾ പെയിൻറ്റിങ് സെക്ഷനിലേക്ക് കയറ്റിയിട്ടുണ്ട്. കുറച്ച് വലിയ കാറുകളാണ്. ഇത് വണ്ടിയാ, ഷവർലൈനോട് വലിയ കാറാണ് കേട്ടോ. ഷവർലൈൻ ഡോഡ്ജ് ഇതൊരുപാട് പണി ഇനി ബാലൻസ് ഉണ്ട്. ഡോഡ്ജിൻ്റെ വണ്ടിയാണ്. ഡോഡ്ജിൻ്റെ വണ്ടിയൊക്കെ ഇപ്പോൾ പുതിയ മോഡലൊക്കെ നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ കാണാം. അതിൻ്റെ ഏറ്റവും പഴയ മോഡലാണിത്. കണ്ടോ, പുള്ളി ഇത് ഇന്ത്യയിൽ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്. പ്രീമിയം പത്മിനി. വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, കാറിൻ്റെ ഫ്രണ്ട് ബോണറ്റിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ട് ഒരു ടേബിളാക്കി മാറ്റിയിരിക്കുകയാണ്. മുകളിൽ ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വെറൈറ്റി തോന്നി, അതുകൊണ്ട് എടുത്താണ് കേട്ടോ. ഇതിനി റീസ്റ്റോർ ചെയ്യോ? ഇത് റെഡിയാക്കി എടുക്കുമോ? പുതിയ മോഡലാക്കി എടുക്കും? ഇത് ഏതാണ് വണ്ടി പറഞ്ഞത്? ശരി.
എത്ര വർഷമാണ് അത് തുടങ്ങിയിട്ട് ഇപ്പോൾ? തുടങ്ങി 10 വർഷമായി. 10 വർഷമായല്ലേ? പഴയൊരു മുതലാണ് ഈ കിടക്കുന്നത്. വീലൊക്കെ ഉണ്ടോ? കമ്പിയിട്ടുള്ള വീലാണ്. ഏതെങ്കിലുമൊക്കെ ബ്രിട്ടീഷുകാരനൊക്കെ ഓടിച്ചായിരിക്കും. ആണ് അതിൻ്റെ പാർട്സൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്? പാർട്സൊക്കെ എവിടെ നിന്നാണ് കിട്ടണം? എവിടെന്നെങ്കിലൊക്കെ അന്വേഷിച്ചില്ലേ? രാജേഷ് സാർ ഇതേ ഈ ഒരു ലോ ഫ്ലോർ വണ്ടിയിലാണ് പുള്ളിയുടെ കാറുകൾ മൊത്തം കൊണ്ടുപോകണത്. ഷൂട്ടിംഗ് ആവശ്യത്തിന് അങ്ങനെ ഓരോ ഫോട്ടോഷൂട്ടിനൊക്കെ പറഞ്ഞ് ഈ ഒരു വാഹനത്തിലാണ് ഫുള്ള് കൊണ്ടുപോകണത്. വണ്ടികളൊക്കെ കൊണ്ടുപോകണതിൽ ഫുള്ള് ക്രെയിൻ സെക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ട വലിച്ചു കയറ്റാനുള്ള ക്രെയിനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു ട്രക്കിലാണ് പുള്ളി എല്ലാം കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി നിങ്ങളുടെ പഴയ വിൻറ്റേജ് കാറുകൾ റീസ്റ്റോർ ചെയ്ത് തരും. അതുപോലെ കല്യാണ ആവശ്യങ്ങൾക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പുള്ളിനെ കോൺടാക്ട് ചെയ്യുക ആർക്ക് വേണമെങ്കിലും. ഈ ഒരു റീസ്റ്റോറേഷൻ സെൻറ്ററിൻ്റെ കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് പാലക്കാട് കാടാങ്കോട് എന്ന സ്ഥലത്ത് ഗ്രാൻഡ് മലബാർ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ്. ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കാറൊക്കെ ഇതുപോലെ സ്ക്രാപ്പായിട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ അത് തിരിച്ച് പുതിയൊരു കാറാക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ നിന്ന് സൈനിങ് ഓഫ് അജു പത്മനാഭൻ.